അടുത്ത ടോപ്പിക്കാണ് പ്ലീഡിങ്സ്. പ്ലീഡിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലെയിൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെയാണ് പ്ലീഡിങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസിനെയാണ് എന്ത് പ്ലീഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലീഡിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് പ്ലെയിൻഡും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റുമാണ് പ്ലീഡിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണമാണ് പറയുന്നത്, പ്ലെയിൻഡും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും. ആദ്യം പ്ലെയിൻഡ് അതിനു മുന്നേ ഈ പ്ലീഡിങ്സ് പറയണത് ഓർഡർ 6 റൂൾ 1 പ്ലീഡിങ്സ് എന്താണെന്ന് പറയണത്. പിന്നെ പ്ലെയിൻഡ് പറയണത് സെക്ഷൻ 26 ഓർഡർ 4 പ്ലെയിൻഡ് എന്താണെന്ന് പറയണത്. പ്ലെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഒരു സ്യൂട്ടിന് കൊടുക്കുന്ന ഒരു ഫയൽ, അതായത് സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിനാണ് എന്ത് പ്ലെയിൻഡ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കണ്ടൻസ് കാണും. ഈ കണ്ടൻസ് ഒക്കെ അഫിഡവിറ്റ് വഴി എന്ത് ചെയ്തിരിക്കണം, പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ പ്ലെയിൻഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അഫിഡവിറ്റും എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി പ്ലെയിൻഡിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും? ഓർഡർ 7 റൂൾ 1 മുതൽ 8 വരെയാണ് പ്ലെയിൻഡിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണ് വരുന്നതെന്ന് പറയണത്. ഒന്ന്, ഈ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന കോടതി, ഏത് കോടതിയാണോ ആ കോടതിയുടെ പേര്, അതായത് നെയിം ഓഫ് ദ കോർട്ട്, അതായത് കോടതിയുടെ പേര്. രണ്ടാമത്തത് പ്ലെയിൻറ്റിഫിൻ്റെയും ഡിഫൻഡൻറ്റിൻ്റെയും അഡ്രസ്സും പേരും. പ്ലെയിൻറ്റിഫ് ആരാണ്? പ്ലെയിൻറ്റ് ഫയൽ ചെയ്യുന്നത്, പ്ലെയിൻറ്റ് കൊടുക്കുന്ന ആളിനെയാണ് പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത്. ആ പ്ലെയിൻറ്റിഫിൻ്റെയും ആ ഡിഫൻഡൻറ്റിൻ്റെയും നെയിമും അഡ്രസ്സും ഉണ്ടായിരിക്കണം. പിന്നെ ഈ പ്ലെയിൻറ്റിഫും ഡിഫൻഡൻറ്റ് മൈനർ ആണോ അൺസൗണ്ട് മൈൻഡഡ് ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്തിരിക്കണം, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ പ്ലെയിൻറ്റിൽ. പിന്നെ എന്താണ് കോസ് ഓഫ് ആക്ഷൻ, അതായത് എന്താണ് നടന്നത്, എന്താണ് ആ സംഭവം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന സാധനം എന്താണ്, ആ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്ന് കാണിക്കുന്ന ഫാക്ട്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോർട്ട് ഫീസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ റിലീഫ്, ഈ കോസ് ഓഫ് ആക്ഷനിൽ എന്ത് റിലീഫാണ് നിങ്ങൾ ചോദിക്കുന്നത്, ആ റിലീഫ് ഉണ്ടായിരിക്കണം. പിന്നെ വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വെരിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലെയിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മീൻസ് നമ്മൾ ലാൻഡ്, അങ്ങനെ ലാൻഡ് ബിൽഡിങ്സ് ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ മീൻസ് എന്താണ്, ഇത്ര സെൻറ്റിലുള്ള ഭൂമിയാണ്, ഇന്ന അളവാണ്, ചതുരത്തിലാണ്, ഇങ്ങനെയൊക്കെ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പ്ലെയിൻറ്റിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റ്. ഇതൊക്കെയാണ് കണ്ടൻസ്. ഓർഡർ 7 റൂൾ 1 മുതൽ 8 വരെയാണ് കണ്ടൻസിനെ കുറിച്ച് എന്ത് CPCയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്ലെയിൻഡ് ഏതൊക്കെ കാര്യത്തിൽ റിജക്റ്റ് ചെയ്യും, അതായത് കോടതി റിജക്റ്റ് ചെയ്യാനും പറ്റും. പ്ലെയിൻറ്റിനെ കോടതി എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓർഡർ 7 റൂൾ 11 ഈ പ്ലെയിൻറ്റ് ഏതൊക്കെ കാരണവശാൽ റിജക്റ്റ് ചെയ്യുമെന്ന് പറയണത്. ഒന്ന്, ഈ പ്ലെയിൻറ്റിൽ കോസ് ഓഫ് ആക്ഷൻ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. രണ്ടാമത്തത്, ഈ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആണ്, അതായത് വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ല, എന്താണ് പ്രത്യേകിച്ചൊരു കാര്യമില്ലാത്ത കാര്യമാണ് ഈ പ്ലെയിൻറ്റ് കൊണ്ട് എന്താണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻറ്റിന് എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ ഈ കോർട്ട് ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ ഈ സ്യൂട്ട് ഈ ലോ പ്രകാരം എന്താണ് അൺലോഫുൾ ആണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, പ്ലെയിൻറ്റ് റിജക്റ്റ് ചെയ്യും. പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് പ്ലെയിൻറ്റും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പ്ലെയിൻറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് പ്ലെയിൻറ്റും കൂടെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലെയിൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ ഓർഡർ 7 റൂൾ 9 പ്രകാരം എന്ത് ചെയ്തിട്ടില്ല, അത് കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്യും. ഈ ഓർഡർ 7 റൂൾ 9 പറയണമെന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിൻറ്റ് ഫയൽ ചെയ്തതിന് ശേഷം അതിൽ 7 ദിവസത്തിനകം തന്നെ നമ്മൾ എല്ലാ കോപ്പീസും, അതായത് എല്ലാ ഫയലിൻ്റെ കോപ്പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ ഈ പ്ലെയിൻറ്റ് എന്താണ് സ്റ്റാമ്പ് ചെയ്തത് കറക്റ്റായിട്ടല്ല എന്നുണ്ടെങ്കിലും ആ പ്ലെയിൻറ്റ് റിജക്റ്റ് ചെയ്യും. പിന്നെ പ്ലെയിൻറ്റ് റിട്ടേണും ചെയ്യാറുണ്ട്, അതായത് കോടതി തിരിച്ചു നൽകാറുമുണ്ട്. റിജക്ഷൻ അല്ല, തിരിച്ചു നൽകാറുമുണ്ട്. അത് കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് കാണുമ്പോഴാണ് ഈ പ്ലെയിൻറ്റ് എന്ത് ചെയ്യുന്നത്, കോടതി തിരിച്ചു കൊടുക്കുന്നത്. അത് ഓർഡർ 7 റൂൾ 10 അതിനെക്കുറിച്ച് പറയണത്. പിന്നെ ഈ കോടതി ജൂറിസ്ഡിക്ഷൻ ഇല്ലാതെ ഈ കോടതി ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന കാരണത്താൽ മാറ്റാൻ പറ്റൂല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീലിനൊക്കെ പോവാം. ഇതാണ് പ്ലെയിൻറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക.
ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.